അക്ബർ ദില്ലിയുടെ ചക്രവർത്തിയായിരുന്നപ്പോൾ കാട്ടിൽ ഒരു കുടിൽ കെട്ടി ഒരു സന്യാസി താമസിച്ചിരുന്നു. കുറേ ആളുകൾ അദ്ദേഹത്തെ സന്ദർശിക്കാറുമുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിന് അവരെ സൽക്കരിക്കുവാൻ ആഗ്രഹമുണ്ടായി. എന്നാൽ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് അദ്ദേഹം സഹായത്തിനായി ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് യാത്രയായി. അക്ബറിൻ്റെ കൊട്ടാരത്തിൻ്റെ കവാടം എന്നും ഭിക്ഷാംദേഹികൾക്കായി തുറന്നു കിടന്നിരുന്നു. ചക്രവർത്തി ദിവസവുമുള്ള പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് ആ സന്യാസി അവിടെ എത്തിയത്. അതുകൊണ്ട് ആ മുറിയുടെ ഒരു മൂലയ്ക്കായി അദ്ദേഹം ഇരിപ്പുറപ്പിച്ചു. ചക്രവർത്തി പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് സന്യാസി കേൾക്കാനിടയായി. "ഓ ദൈവമേ, എനിക്ക് ധാരാളം ധനം തരൂ, സമ്പത്ത് തരൂ." അങ്ങനെ പലതും ചക്രവർത്തി ഈശ്വരനോട് ആവശ്യപ്പെട്ടു. ഇതു കേട്ട ഉടനെ സന്യാസി പൂജാമുറി വിട്ടുപോകുവാൻ മുതിർന്നു. ചക്രവർത്തി കാത്തിരിക്കുവാനായി അദ്ദേഹത്തോട് ആംഗ്യം കാണിച്ചു. ചക്രവർത്തി അദ്ദേഹത്തോട് പറഞ്ഞു, "താങ്കൾ എന്നെ കാണാനാണ് വന്നത്. എന്നാൽ എന്നോടൊന്നും പറയാതെ എന്തിനാണ് പോകുന്നത്?" സന്യാസി ഇങ്ങനെ മറുപടി പറഞ്ഞു, "താങ്കളും ഒരു യാചകനാണെന്ന് ഞാൻ കണ്ടു. അങ്ങ് സമ്പത്തിനായി ഈശ്വരനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു, ഒരു യാചകനോട് ഞാൻ എന്തിനാണ് ഭിക്ഷ ചോദിക്കുന്നത്? യാചിക്കണമെങ്കിൽ അത് ഈശ്വരനോട് നേരിട്ടാവാമല്ലോ." പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്യം കിഞ്ച ഭവേന്മഹാത്രിപുരസുന്ദര്യാഗമാന്തർനുതേ മാം ലക്ഷീകുരു വീക്ഷണാശുഗതതേ സ്ത്വാലേവ സർവാത്മനാ ധ്യാത്വാ ചേതസി സംസ്ഥിതം ജഗദിദം ത്വദ്രൂപം ആര്യേ സദാ ജ്ഞാത്വാനന്യഹൃദാ വിഹായ ഭജനം നശ്യൽസു ദേവേഷ്വിഹ. ലക്ഷ്യം കിഞ്ച ഭവേന്മഹാത്രിപുരസുന്ദര്യാഗമാന്തർനുതേ. വേദങ്ങൾ കൊണ്ടും ആഗമങ്ങൾ കൊണ്ടും സ്തുതിക്കപ്പെടുന്ന എൻ്റെ അമ്മേ, മഹാത്രിപുരസുന്ദരീ ദേവി, എനിക്ക് അമ്മയല്ലാതെ മറ്റെന്തൊരു ലക്ഷ്യമാണ് ഉള്ളത്? എൻ്റെ ഏക ലക്ഷ്യം അമ്മ മാത്രമാണ്. മാം ലക്ഷീകുരു വീക്ഷണാശുഗതതേ സ്ത്വാലേവ സർവാത്മന. അതുകൊണ്ട് എൻ്റെ അമ്മേ, അവിടുത്തെ നോട്ടമാകുന്ന ശരങ്ങൾ എനിക്കു നേരെ പ്രയോഗിച്ചാലും അമ്മയുടെ കാരുണ്യത്തോടെയുള്ള നോട്ടം പൂർണ്ണമായും എന്നിൽ തന്നെ പതിപ്പിക്കണമേ. ധ്യാത്വാ ചേതസി സംസ്ഥിതം ജഗദിദം ത്വദ്രൂപം ആര്യേ സദാ. പൂജനീയയായ എൻ്റെ അമ്മേ, മനസ്സിലെപ്പോഴും ഈ കാണുന്ന ജഗത്ത് മുഴുവൻ അമ്മയുടെ രൂപമാണ് എന്ന് ധ്യാനിച്ചുകൊണ്ട് ജ്ഞാത്വാനന്യഹൃദാ വിഹായ ഭജനം നശ്യൽസു ദേവേഷ്വിഹ. ഈ പ്രപഞ്ചം എൻ്റെ അമ്മയിൽ നിന്നും ഭിന്നമല്ല എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി അറിഞ്ഞ് നാശമുള്ള മറ്റ് ദേവന്മാരെ, അതായത് ലൗകികമായ സുഖങ്ങൾ നൽകുന്ന ക്ഷണികരായ ദേവതകളെ ഭജിക്കുന്നതുപേക്ഷിച്ച് ഞാൻ എൻ്റെ അമ്മയെ മാത്രം ആശ്രയിക്കുന്നു. വേദങ്ങളും ശാസ്ത്രങ്ങളും പുകഴ്ത്തുന്ന എൻ്റെ അമ്മേ, ശ്രീ മഹാത്രിപുരസുന്ദരീ ദേവി, മരണമുള്ള മറ്റ് ദേവന്മാരെ ഭജിക്കുന്നതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ അമ്മയുടെ രൂപമാണ് എന്ന് ഞാൻ ധ്യാനിക്കുന്നു. എനിക്ക് എൻ്റെ അമ്മയല്ലാതെ മറ്റൊരാശ്രയവുമില്ല. എൻ്റെ അമ്മേ, അവിടുത്തെ കാരുണ്യത്തോടെയുള്ള നോട്ടം എന്നിലേക്ക് പൂർണ്ണമായും പതിപ്പിച്ച് എന്നെ അവിടുന്ന് അനുഗ്രഹിച്ചാലും. ഓം ശ്രീ ലളിതാംബികായൈ നമഃ. ഓം. ആനുകോടി ബ്രഹ്മാണ്ഡങ്ങളാണുള്ളത്. അവയ്ക്കെല്ലാം ഒരേ ഒരു മാതാവ് മാത്രം, അതാണ് അമ്മ. അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിലെ 620 മന്ത്രമായി വശിന്യാദി വാഗ്ദേവതകൾ നമുക്കു നൽകി അനുഗ്രഹിക്കുന്ന മന്ത്രം അനേക കോടി ബ്രഹ്മാണ്ഡജനനീ എന്നതാണ്. അനേക കോടി ബ്രഹ്മാണ്ഡങ്ങളെ ജനിപ്പിച്ച അമ്മ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം.
ഒരു ബ്രഹ്മാണ്ഡം എന്ന് പറഞ്ഞാൽ ഒരു സൂര്യനും ആ സൂര്യനെ ചുറ്റിയുള്ള ഗ്രഹങ്ങളും നക്ഷത്ര സമൂഹവും ചേർന്ന ഗോളമണ്ഡലമാണ്. അങ്ങനെയുള്ള ബ്രഹ്മാണ്ഡത്തിലെ ഒരു കുഞ്ഞു കണിക മാത്രമാണ് ഭൂമി. അങ്ങനെയുള്ള അനേകം കോടി ബ്രഹ്മാണ്ഡങ്ങൾക്കെല്ലാം അമ്മയാണ് അഥവാ ജനനിയാണ് ശ്രീ മഹാലളിതാ ത്രിപുര സുന്ദരീ ദേവി. കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികൾ മന്ത്രത്തിന് നൽകിയിട്ടുള്ള ഭാഷ്യത്തിൻ്റെ വ്യാഖ്യാനം കൂടി പറയാം. വികാര ഷോഡശാന്തർവർത്തി പഞ്ചീകൃത സ്ഥൂല ഭൂതകാര്യോ ഹി ബ്രഹ്മാണ്ഡം ബ്രഹ്മാണ്ഡാന്തർവർത്തി സമഷ്ടി ലിംഗ ശരീരാഭിമാനി സ്വരാട്ട് തതുഭയ കാരണ വ്യാഹൃതാഭിമാനി സമ്രാട്ട്. 16 വികാരങ്ങളോടുകൂടിയതും പഞ്ചീകരണം 5 ഭൂതങ്ങളുടെ പരസ്പരമുള്ള മിശ്രണം വഴി ഉണ്ടായതുമായ സ്ഥൂലഭൂതങ്ങളുടെ കാര്യമാണ് അഥവാ സൃഷ്ടിയാണ് ബ്രഹ്മാണ്ഡം. ഈ ബ്രഹ്മാണ്ഡത്തിനകത്ത് ലയിച്ചിരിക്കുന്ന സമഷ്ടിയായ ലിംഗശരീരത്തെ, അതായത് സൂക്ഷ്മപ്രപഞ്ചത്തെ, സമഷ്ടി മനസ്സിനെ ഞാനാണ് എന്ന് അഭിമാനിക്കുന്ന ചൈതന്യമാണ് സ്വരാട്ട് അഥവാ ഹിരണ്യഗർഭൻ. ഇവ രണ്ടിനും സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചങ്ങൾക്ക് കാരണമായ അവ്യാകൃതത്തെ അഥവാ പ്രകൃതിയെ, മായയെ തൻ്റേതായി അഭിമാനിക്കുന്ന പരമമായ ചൈതന്യമാണ് സമ്രാട്ട് അഥവാ അമ്മ. വികാര ഷോഡശാന്തർവർത്തി. സാംഖ്യ വേദാന്ത ദർശനങ്ങൾ പ്രകാരം പ്രകൃതിയുടെ വികാരങ്ങളായ അഥവാ പരിണാമങ്ങളായ 16 തത്വങ്ങൾ അടങ്ങിയത് എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 പ്രാണനുകൾ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ, മനസ്സ് എന്നിവയാണ് 16 തത്വങ്ങൾ. പഞ്ചീകൃത സ്ഥൂല ഭൂതകാര്യോഹി ബ്രഹ്മാണ്ഡം. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നീ 5 സൂക്ഷ്മഭൂതങ്ങൾ പരസ്പരം നിശ്ചിത അനുപാതത്തിൽ കലർന്ന്, ഈ പ്രക്രിയയ്ക്കാണ് പഞ്ചീകരണം എന്ന് പറയുന്നത്, സ്ഥൂല രൂപം പ്രാപിക്കുന്നു. അങ്ങനെ ഉണ്ടായ ദൃശ്യപ്രപഞ്ചമാണ് നമ്മൾ കാണുന്ന ഈ ബ്രഹ്മാണ്ഡം, ഫിസിക്കൽ യൂണിവേഴ്സ്. സമഷ്ടി ലിംഗ ശരീരാഭിമാനി സ്വരാട്ട്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൂക്ഷ്മ ശരീരത്തെയാണ് മനസ്സ്, ബുദ്ധി, പ്രാണൻ എന്നിവയുടെ സമഷ്ടി രൂപമാണ് ഈ സൂക്ഷ്മ ശരീരം. ഇവിടെ സമഷ്ടി ലിംഗ ശരീരം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിനെ നിയന്ത്രിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ചൈതന്യം, അതാണ് സ്വരാട്ട്. ഇതിനെ വേദാന്തത്തിൽ ഹിരണ്യഗർഭൻ അഥവാ സൂത്രാത്മാവ് എന്നും പറയുന്നുണ്ട്. തതുഭയ കാരണവ്യാകൃതാഭിമാനി സമ്രാട്ട്. മുമ്പ് പറഞ്ഞ സ്ഥൂല പ്രപഞ്ചത്തിനും അതായത് ബ്രഹ്മാണ്ഡത്തിനും സൂക്ഷ്മ പ്രപഞ്ചത്തിനും അതായത് ലിംഗശരീരം, അങ്ങനെ ബ്രഹ്മാണ്ഡത്തിനും ലിംഗശരീരത്തിനും കാരണമായിരിക്കുന്ന അവസ്ഥയാണ് അവ്യാകൃതം, പ്രകൃതി അല്ലെങ്കിൽ മായ എന്ന് പറയാം. ഈ കാരണാവസ്ഥയെ നിയന്ത്രിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ പരമാധികാരിയായ ചൈതന്യമാണ് അമ്മ. ഇതിനെ അവ്യക്തമെന്നും പറയും. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് 3 അവസ്ഥകളുണ്ട്. സ്ഥൂലം, അതായത് കാണാൻ കഴിയുന്ന ലോകം; സൂക്ഷ്മം, പ്രപഞ്ച മനസ്സ്; കാരണം, സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥ. സ്ഥൂല പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ചൈതന്യമാണ് വിരാട്ട്. സൂക്ഷ്മ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ചൈതന്യം സ്വരാട്ട്, ഹിരണ്യഗർഭൻ എന്നും പറയും. കാരണപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ചൈതന്യം സമ്രാട്ട് എന്നും വേദാന്തം പറയുന്നുണ്ട്. ആ സമ്രാട്ടാണ് അമ്മ. വിശദമായി അറിയുവാനും പഠിക്കുവാനും ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഇത്രയും കൂടി വിവരിച്ചത്. ഓം അനേകകോടി ബ്രഹ്മാണ്ഡജനന്യൈ നമഃ. ഓം ഓം ഹ്രീം അനേകകോടി ബ്രഹ്മാണ്ഡജനന്യൈ നമഃ. ദിവ്യവിഗ്രഹ അടുത്ത നാമമന്ത്രമാണ് ഇത്. ദിവ്യമായ വിഗ്രഹത്തോടു കൂടിയ ദേവി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ദിവ്യം എന്ന വാക്കിന് ദിവത്തെ സംബന്ധിച്ചത് എന്നാണ് അർത്ഥം. ദിവത്തിന് സ്വർഗം, ആകാശം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളുമുണ്ട്. അതുകൊണ്ട് ദിവ്യം എന്ന പദത്തിന് സ്വർഗത്തെ സംബന്ധിച്ചത്, ആകാശത്തെ സംബന്ധിച്ചത്, അത്ഭുതകരമായത്, ഭംഗിയുള്ളത്, പ്രകാശമാനമായത് എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. വിഗ്രഹം എന്ന പദത്തിന് ശരീരം എന്നർത്ഥമുണ്ട്, യുദ്ധം എന്നും അർത്ഥമുണ്ട്. അമ്മയുടെ രൂപം അതിസുന്ദരമാണ്. അതുകൊണ്ട്
അതിമനോഹരമായ വിഗ്രഹത്തോടു കൂടിയ ദേവി അഥവാ അതിമനോഹരമായ ശരീരത്തോടു കൂടിയ ദേവി എന്ന് ഈ മന്ത്രത്തിന് അർത്ഥം വരുന്നു. സർവാംഗ സുന്ദരിയായ ദേവി, കോടിക്കണക്കിന് സൂര്യന്മാരുടെ പ്രകാശമുള്ള ദേവിയാണ്. അതുകൊണ്ട് പ്രകാശമാനമായ അതീവ സൗന്ദര്യമുള്ള ദേഹത്തോടു കൂടിയ ദേവി എന്ന് ഈ മന്ത്രത്തിന് അർത്ഥം. വിഗ്രഹം എന്ന വാക്കിന് യുദ്ധം എന്ന അർത്ഥവുമുണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ അത്ഭുതകരമായ യുദ്ധരീതികൾ ഉള്ള ദേവി, ആകാശത്തു നിന്ന് യുദ്ധം ചെയ്യുന്ന ദേവി എന്നിങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളും കാണുന്നുണ്ട്. ആകാശത്തിൽ വച്ച് ചെയ്യപ്പെട്ടതായ യുദ്ധത്തോടു കൂടിയ ദേവി എന്നാണ് അങ്ങനെ വരുമ്പോൾ അർത്ഥം. മായാവികൾ കൂടിയായ അസുരന്മാർക്ക് ആകാശത്ത് വച്ചും യുദ്ധം ചെയ്യാൻ കഴിയും. ശുംഭനുമായി അമ്മ യുദ്ധം ചെയ്യുമ്പോൾ അസുരൻ ആകാശത്തിൽ മറഞ്ഞ സമയത്ത് അവിടെ വച്ച് അമ്മ യുദ്ധം ചെയ്തതായി ദേവീ മാഹാത്മ്യത്തിൽ വിവരിക്കുന്നുമുണ്ട്. ഉൽപ്പത്യ ച പ്രഗൃഹ്യോച്ചൈർ ദേവീം ഗഗനമാസ്ഥിതഃ തത്രാപി സാ നിരാധാര യുയുധേ തേന ചണ്ഡികാ നിയുദ്ധം ഘേ തദാ ദൈത്യശ്ചണ്ഡികാ ച പരസ്പരം ചക്രതു പ്രഥമം യുദ്ധം മുനിവിസ്മയകാരകം. ശുംഭാസുരൻ അമ്മയെ പിടിച്ചെടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർന്നു ചാടി ആകാശത്തിൽ സ്ഥിതി ചെയ്തു. ആകാശത്ത് വച്ചും അമ്മ ആ ദൈത്യനോട് നിരാധാരയായി യുദ്ധം ചെയ്തു. അസുരനും ചണ്ഡികാദേവിയും ആകാശത്ത് വച്ച് പരസ്പരം അത്ഭുതകരമായ വിധത്തിൽ ബാഹുയുദ്ധം നടത്തി. ഈ ശ്ലോകങ്ങളുടെ അർത്ഥം ഇതാണ്. അതിനുശേഷം എന്താണ് ചെയ്തത്? അമ്മ ദൈത്യനെ എടുത്ത് വട്ടം കറക്കി താഴേക്ക് വലിച്ചെറിഞ്ഞു. ദേവീ മാഹാത്മ്യത്തിലെ 10ാമത്തെ അധ്യായത്തിലാണ് ഇപ്രകാരം വിവരിച്ചിട്ടുള്ളത്. പ്രകാശമാനമായ അതീവ സൗന്ദര്യമുള്ള ദേഹത്തോടു കൂടിയ ദേവി, ആകാശത്തിൽ വച്ച് ചെയ്യപ്പെട്ടതായ യുദ്ധത്തോടു കൂടിയ ദേവി, ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ മന്ത്രത്തിന് ഉള്ളത്. ഓം ദിവ്യവിഗ്രഹായൈ നമഃ. ഓം ഹ്രേം ദിവ്യവിഗ്രഹായൈ നമഃ. അനേകകോടി ബ്രഹ്മാണ്ഡജനനീ ദിവ്യവിഗ്രഹ. ഈ 2 മന്ത്രങ്ങളാണ് അർത്ഥത്തോടു കൂടി ഇവിടെ വിവരിച്ചത്. അതിസുന്ദരമായി മന്ദഹാസം പൊഴിക്കുന്ന മുഖത്തോടു കൂടിയുള്ള ദേവീരൂപം ധ്യാനിച്ചുകൊണ്ടാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. അമ്മയെ മഹാലക്ഷ്മിയുടെ രൂപത്തിലും സരസ്വതീദേവിയുടെ രൂപത്തിലും ധ്യാനിച്ചുകൊണ്ടും ഈ മന്ത്രങ്ങൾ ജപിക്കാം. അതുപോലെ കാര്യസാധ്യത്തിന് താമസം ഉണ്ടാകുന്നു എങ്കിൽ ശാന്തഭാവത്തിലുള്ള പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ദുർഗാ ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ടും ഈ മന്ത്രങ്ങളിലൊന്ന് ജപിക്കാവുന്നതാണ്. യാത്രാവേളകളിൽ മനസ്സിൽ ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നാൽ ഏതു കാര്യത്തിനാണോ പോകുന്നത് അത് ശുഭമായി കലാശിക്കും. ഇഷ്ടമുള്ളപ്പോഴൊക്കെ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങളിലൊന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക. ആഗ്രഹമനുസരിച്ചുള്ള ഫലം അതുകൊണ്ട് തീർച്ചയായും ലഭിക്കുകയും ചെയ്യും. ദാരിദ്ര്യദുഃഖം അനുഭവിക്കുന്നവർക്ക് ഈ മന്ത്രങ്ങൾ ചൊവ്വ, വെള്ളി, തിങ്കൾ എന്നീ ദിവസങ്ങളിൽ ജപിച്ചാൽ ദാരിദ്ര്യം മാറിക്കിട്ടുന്നതാണ്. മഹാലക്ഷ്മി ദേവിയുടെ രൂപമാണ് ധ്യാനിക്കേണ്ടത്. ശ്രീചക്രത്തിനു മുന്നിലോ 5 തിരിയിട്ട് കത്തിച്ചു വച്ച നിലവിളക്കിനു മുന്നിലോ അല്പം സിന്ദൂരമെടുത്തു വച്ച് അതിൽ മോതിരവിരൽ തൊട്ടുകൊണ്ട് ഈ മന്ത്രങ്ങളിലൊന്ന് 51 പ്രാവശ്യത്തിൽ കുറയാതെ ജപിക്കുക. ഇങ്ങനെ ചെയ്ത ശേഷം ആ സിന്ദൂരം തൊട്ടുകൊണ്ട് ഏത് കാര്യത്തിനിറങ്ങിയാലും ഒരിക്കലും പരാജയമുണ്ടാവില്ല. ഭാര്യയും ഭർത്താവും ചേർന്ന് 21 പ്രാവശ്യം ഈ മന്ത്രം പരസ്പരം അഭിമുഖമായിട്ടിരുന്ന് 7 ദിവസം ജപിച്ചാൽ അവർ തമ്മിലുള്ള ആത്മബന്ധം വർദ്ധിക്കും. സുഖകരമായ ദാമ്പത്യ ജീവിതം ഉണ്ടാവുകയും ചെയ്യും. അമ്മ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ, അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.